പശ്ചിമേഷ്യയിൽ രൂക്ഷമാകുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു വലിയ ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. യുദ്ധം യഥാർത്ഥത്തിൽ ആരെക്കാണ് കൂടുതൽ ലാഭം നൽകുന്നത് എന്നത്. ഇറാനെതിരായ സൈനിക നടപടികൾ ശക്തമാകുന്നതിനിടെ അമേരിക്കൻ ആയുധ വ്യവസായം അതിവേഗം വളരുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധം നടക്കുന്ന ഓരോ ദിവസവും മനുഷ്യജീവിതത്തിന് വലിയ നഷ്ടങ്ങളുണ്ടാക്കുമ്പോഴും അതിന്റെ സാമ്പത്തിക ലാഭം ആയുധ നിർമ്മാണ കമ്പനികൾക്കാണ് ലഭിക്കുന്നതെന്ന വിമർശനമാണുയരുന്നത്. ഇറാനെതിരായ സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രതിരോധ കമ്പനികളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഈ ചർച്ചകൾ കൂടുതൽ ശക്തമായി. വൈറ്റ് ഹൗസിൽ നടന്ന ഒരു പ്രധാന യോഗത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തമതരം ആയുധങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ആയുധങ്ങളുടെ ഉൽപ്പാദനം 4 ഇരട്ടിയാക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചു. ഈ യോഗത്തിൽ അമേരിക്കയിലെ പ്രധാന പ്രതിരോധ കമ്പനികളുടെ മേധാവികൾ പങ്കെടുത്തു. RTX TX കോർപ്പറേഷൻ, ലോക്ഹീഡ് മാർട്ടിൻ, ബോയിംഗ്, നോർത്രോപ്പ് ഗ്രൂമ്മൻ, BAE സിസ്റ്റംസ്, L3 ഹാരിസ് ടെക്നോളജീസ്, ഹണിവെൽ എയ്റോസ്പേസ് എന്നിവയുടെ ചീഫ് എക്സിക്യൂട്ടീവുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇതിനകം തന്നെ ഈ കമ്പനികൾക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറുകളുടെ മൂല്യം കോടിക്കണക്കിന് ഡോളറുകളാണ്. ചിലത് പല രാജ്യങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തെക്കാൾ വലുതാണെന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ ശക്തമാകുമ്പോൾ അമേരിക്കയുടെ സൈനിക ചെലവും അതിവേഗം ഉയരുകയാണ്. 2025ഓടെ അമേരിക്കയുടെ വാർഷിക പ്രതിരോധ ചെലവ് ഏകദേശം $1 ട്രില്യൺ ഉയർന്നത്. ലോകത്തിലെ അടുത്ത 9 രാജ്യങ്ങളുടെ സൈനിക ചെലവിന്റെ മൊത്തത്തെക്കാൾ കൂടുതലാണ് ഈ തുക. 2027ഓടെ ഇത് $1.5 ട്രില്യൺ ഉയർത്താനാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെതിരായ യുദ്ധം സൈനിക വ്യാവസായിക സമുച്ചയത്തിന് വലിയ സാമ്പത്തിക അവസരമായി മാറിയിരിക്കുകയാണ് എന്ന വിമർശനം ശക്തമാകുന്നു. ഇറാനെതിരായ ആക്രമണങ്ങളിൽ അമേരിക്ക ഉപയോഗിക്കുന്ന ആയുധ സംവിധാനങ്ങൾ വളരെ വൈവിധ്യമാർന്നതാണ്. US സെൻട്രൽ കമാൻഡിന്റെ വിവരങ്ങൾ പ്രകാരം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടിയിൽ വ്യോമ, കടൽ, കര, മിസൈൽ പ്രതിരോധ മേഖലകളിലായി 20ലധികം വ്യത്യസ്ത ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ദീർഘദൂര ആക്രമണശേഷിയുള്ള ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകളാണ്. ഈ മിസൈലുകൾ താഴ്ന്ന ഉയരത്തിൽ ഭൂഭാഗങ്ങളെ പിന്തുടർന്ന് സഞ്ചരിക്കുന്നതിനാൽ റഡാറുകൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അറേബ്യൻ കടലിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ ആർലി ബർക്ക് ക്ലാസ് ഡിസ്ട്രോയറുകളിൽ നിന്നാണ് ഇവ വിക്ഷേപിക്കുന്നത്. അമേരിക്കൻ സൈന്യം M143 ഹൈമാർസ് സംവിധാനങ്ങളിൽ നിന്നും പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകളും വിക്ഷേപിച്ചിട്ടുണ്ട്. ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ പോലും തകർക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ യുദ്ധത്തിന്റെ ദൂരം തന്നെ മാറ്റിമറിക്കുന്ന ശേഷിയുള്ളവയാണ്. ഇതിനു പുറമെ പാട്രിയോട്ട് മിസൈൽ ബാറ്ററികളും ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഡിഫൻസ് സിസ്റ്റങ്ങളും ഇറാന്റെ പ്രതികാര ആക്രമണങ്ങളെ തടയാൻ വിന്യസിച്ചിട്ടുണ്ട്. ഡ്രോൺ യുദ്ധവും ഈ സംഘർഷത്തിന്റെ പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന ലൂക്കാസ് എന്ന ആക്രമണ ഡ്രോണുകളും വില കൂടിയ MQ-9 റീപ്പർ ഡ്രോണുകളും ഈ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. ഈ ഡ്രോണുകൾ ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും നേരിട്ട് ആക്രമിക്കാനും ഉപയോഗിക്കുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ചില ഡ്രോണുകൾ വെടിവെച്ചിടായതായി അവകാശപ്പെട്ടതോടെ ഈ യുദ്ധത്തിന്റെ താന്ത്രിക ഘടകങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. വ്യോമ ആക്രമണങ്ങളിൽ അമേരിക്ക B-1, B-2 സ്റ്റെൽത്ത് ബോംബറുകളും F-15, F-22, F-35 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഇവ വലിയ ബങ്കറുകൾ തകർക്കാൻ കഴിയുന്ന ശക്തമായ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. കൂടാതെ രഹസ്യാന്വേഷണത്തിനായി AWACS റഡാർ വിമാനങ്ങളും RC-135 ചാരവിമാനങ്ങളും P-8A പോസിഡോൺ നിരീക്ഷണ വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. അറേബ്യൻ കടലിൽ വിന്യസിച്ചിരിക്കുന്ന USS ഏബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് R. ഫോർഡ് വിമാനവാഹിനി കപ്പലുകൾ ഈ യുദ്ധത്തിലെ അമേരിക്കൻ നാവികശക്തിയുടെ പ്രധാന അടിത്തറയാണ്. എന്നാൽ ഈ സൈനിക ശക്തിക്കു പിന്നിൽ വലിയ സാമ്പത്തിക വ്യവസായം പ്രവർത്തിക്കുന്നു എന്നതാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ മികച്ച 100 ആയുധ കമ്പനികൾ 2024 മാത്രം $679 ബില്യൺ വരുമാനം നേടിയത്. അതിൽ ഏറെക്കുറെ പകുതിയും അമേരിക്കൻ കമ്പനികളുടേതാണ്. യുദ്ധങ്ങൾ വർദ്ധിക്കുന്നതോടെ ഈ കമ്പനികളുടെ ഓഹരി വിലകളും അതിവേഗം ഉയരുകയാണ്.
ഇറാനെതിരായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രതിരോധ കമ്പനികളുടെ ഓഹരി വിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. നോർത്രോപ്പ് ഗ്രൂമൻ, RTX, ലോക്ഹീഡ് മാർട്ടിൻ തുടങ്ങിയവയുടെ ഓഹരികൾ ഉയർന്നതോടെ ഈ യുദ്ധം ആയുധ വ്യവസായത്തിന് വലിയ സാമ്പത്തിക നേട്ടം നൽകുന്നു എന്ന വിമർശനം ശക്തമായി. മനുഷ്യജീവിതങ്ങളുടെ നഷ്ടത്തിനിടയിലും ചില കമ്പനികൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നത് യുദ്ധത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പശ്ചിമേഷ്യൻ മണ്ണിൽ ഇന്നു പെയ്യുന്നത് വെറുമൊരു മിസൈൽ മഴയല്ല, മറിച്ച് ആഗോള ആയുധ ലോബികളുടെ ലാഭകൊതിയുടെ പ്രതിഫലനം കൂടിയാണ്. ഇറാന്റെ പരമാധികാരത്തിന്മേൽ കടന്നുകയറുകയും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുകയും ചെയ്യുമ്പോൾ ഈ യുദ്ധം ആർക്കുവേണ്ടിയാണ് എന്ന ചോദ്യം കൂടുതൽ പ്രാസക്തമാകുന്നു. ഒരു വശത്ത് ഇറാന്റെ നഗരങ്ങൾ ചാരമാകുമ്പോൾ മറുവശത്ത് ആയുധ കമ്പനികളുടെ ലാഭവിഹിതം ഇരട്ടിയാകുന്നത് കാണുമ്പോൾ ഇതിനു പിന്നിലെ യഥാർത്ഥ അജണ്ട വ്യക്തമാണ്. സുരക്ഷയുടെയും സമാധാനത്തിന്റെയും പേരു പറഞ്ഞു നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ആയുധ വ്യവസായത്തെ പോഷിപ്പിക്കാനുള്ള മറ മാത്രമാണ് എന്ന ഇറാൻ ഉയർത്തുന്ന വിമർശനം ലോകസമൂഹം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. യുദ്ധത്തിന്റെ ഭാരം പേരുന്നത് നിഷ്കളങ്കരായ ജനങ്ങളാണെങ്കിലും അതിന്റെ നേട്ടം കൊയ്യുന്നത് അതിർത്തികൾക്കപ്പുറത്തുള്ള വൻകിട കോർപ്പറേറ്റുകളാണ്. ഈ ക്രൂരമായ കളിയിൽ മനുഷ്യജീവനുകൾ വെറും അക്കങ്ങളായി മാറുമ്പോൾ ലോകസമാധാനത്തെക്കാൾ ആയുധക്കച്ചവടക്കാരുടെ ലാഭത്തിന് പ്രാധാന്യം നൽകുന്ന ഈ രീതി ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതിയായി രേഖപ്പെടുത്തപ്പെടും. സ്വന്തം മണ്ണും ജനതയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ ആഗോള ചൂഷണത്തിനെതിരായ ഒരു വലിയ പ്രതിരോധം കൂടി മാറുന്നത്.